ഹലോ ഗായ്സ്, ഇന്നൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയല്ലോ. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സാധനം ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിയില. അപ്പോൾ ഇതെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം. ബട്ടർ ചിക്കൻ നമുക്ക് ആർക്കും വേണമെങ്കിൽ വീട്ടിലുണ്ടാക്കാം. ബട്ടർ മാത്രമാണ് മെയിനായിട്ട് വേണ്ടത്. ഇനി നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് വെളുത്തുള്ളി, തക്കാളി, ഉള്ളി, പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചിയും ചേർത്ത് നല്ല പോലെ പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. അപ്പം നല്ല കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് നമുക്ക് ഈ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുകൂടാതെ ഇതിലേക്ക് വേണ്ടത് മീറ്റ് മസാല, ചിക്കൻ മസാല, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നുള്ള മല്ലിപ്പൊടി. പിന്നെ ഈ മസാലേൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾ എടുക്കുന്ന ചിക്കനനുസരിച്ചിട്ട് വേണം ആഡാക്കാൻ. പിന്നെ ഇതിലേക്ക് വേണ്ടത് മെയിനായിട്ടുള്ള സാധനമാണ് തൈര്. അപ്പോൾ തൈര് നിങ്ങൾക്ക് ആവശ്യത്തിന് ഇതേമാതിരി തന്നെ ആഡ് ചെയ്യുക. പിന്നെ നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഫ്രീസറിലോ വെക്കണതാണ് നല്ലത്, കാരണം കുറച്ച് നേരം അത് പിടിക്കണം. സോ നിങ്ങളൊരു 5 മിനിറ്റ്സോ 10 മിനിറ്റ്സോ വെക്കണം നല്ലതായിരിക്കും. ഞാൻ ഒറ്റയ്ക്കല്ല ഇത് ഉണ്ടാക്കുന്നത്, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഏട്ടൻ വന്നിട്ടുണ്ട്. ഞങ്ങൾ രണ്ടാളും കൂടി ഉണ്ടാക്കുന്ന ബട്ടർ ചിക്കൻ ആയതുകൊണ്ട് കുറച്ചുകൂടി ബട്ടർ അതിലുണ്ടാവും. ഞങ്ങൾക്ക് രണ്ടാൾക്കും ബട്ടർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൽ ഞങ്ങൾ നന്നായിട്ട് ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് നിങ്ങൾ ബട്ടർ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ബട്ടർ ഇട്ടതിന് ശേഷം ഉള്ളിയും തക്കാളിയും കൂടി നന്നായിട്ട് വാട്ടിയെടുക്കണം. അപ്പോൾ ഏറ്റവും നല്ല സ്മെല്ലൊക്കെ ചെയ്ത് നോക്കണം. നല്ലൊരു പ്രത്യേക തരം സ്മെല്ലാണ് വരുന്നത്. അത് നമ്മൾ മിക്സിയിലിട്ടിട്ട് പേസ്റ്റ് ചെയ്തെടുക്കാൻ കേട്ടോ. പിന്നെ വേറൊരു പാനിൽ നമുക്ക് ആവശ്യം എത്രത്തോളം ചിക്കൻ പൊരിക്കാനുണ്ടോ അത്രത്തോളം ആവശ്യമുള്ള ബട്ടറാണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ചിക്കനിൽ നന്നായിട്ട് ബട്ടർ പിടിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറേ ബട്ടർ ആഡ് ചെയ്തേ. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ബട്ടറിൽ ചിക്കൻ പൊരിക്കുന്നത്. നല്ല സ്മെല്ലുണ്ടായിരുന്നു. ഇനി ഏട്ടാ അതിൻ്റെ സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ട്. വേറെ ഒന്നുകൊണ്ടല്ല, ആ ബട്ടറിലുള്ള ആ ചിക്കൻ ഒന്ന് കഴിച്ചു നോക്കണമെന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ അതൊക്കെ ആയതിനു ശേഷം ഞാൻ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് പോകുന്നത്. ഇപ്പം ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വേവിക്കുന്നു വേണ്ട, ജസ്റ്റ് ഒന്ന് ബട്ടർ കിടന്നിട്ട് ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മതി കേട്ടോ. അപ്പം നമ്മൾ ബട്ടർ അടുത്ത ചട്ടിയിലിട്ടിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് ബട്ടർ കുറച്ച് ലൈക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചിട്ടാൽ മതി. ഞാൻ പറഞ്ഞല്ലോ ബട്ടറിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് അനുസരിച്ചിട്ടിടാൻ. ഇതിപ്പോൾ മെയിനായിട്ട് ബട്ടർ ചിക്കൻ അല്ലേ, അപ്പോൾ ബട്ടറല്ലേ ഏറ്റവും കൂടുതൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ബട്ടറിലേക്ക് നമ്മൾ നേരത്തെ പേസ്റ്റ് ചെയ്ത് വെച്ച ഒരു മസാല ഉണ്ടാക്കിയിട്ടില്ലേ, എന്നാൽ ഉള്ളിയും തക്കാളിയും കൂടി ഇടും. ആ മസാല നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ബിരിയാണിയിലിടുന്ന പട്ട ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പുണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ മല്ലിയില ഇടാം, പിന്നെ ഫ്രഷ് ക്രീം ഒഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ മുകളിലൊരു ബട്ടറും വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്.